നമ്മളെല്ലാവരും എത്ര പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും നമ്മളൊക്കെ പല സാഹചര്യങ്ങളിലും മിസ്റ്റേക്സ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. നമ്മൾ ഇന്ന് കാണുന്ന ഓരോ സോഫ്റ്റ്വെയർ പ്രൊഡക്ട്സും അല്ലെങ്കിൽ ടെക്നോളജി പ്രൊഡക്ട്സും മൾട്ടിപ്പിൾ ഡെവലപ്പേഴ്സ് മാസങ്ങളോളോ വർഷങ്ങളോളോ ഇരുന്ന് ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നിങ്ങൾ ഒരു 1-2 വർഷം ഒരു പ്രൊഡക്റ്റിൽ ഒരു ടീമായിട്ട് വർക്ക് ചെയ്ത് ആ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ദിവസം നിങ്ങൾ ഉദ്ദേശിച്ച തരത്തിൽ ആ പ്രൊഡക്റ്റ് വർക്കായില്ലെങ്കിലുള്ള അവസ്ഥ. അങ്ങനെ വർഷങ്ങളോളം എടുത്ത് നിങ്ങൾ ഇത് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് ലോഞ്ച് ചെയ്ത എറേഴ്സ് ഉണ്ടായി അല്ലെങ്കിൽ ബഗ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത യൂസേഴ്സ് ആ പ്രൊഡക്റ്റ് രണ്ടാമത് യൂസ് ചെയ്ത് നിങ്ങൾ കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഇന്ന് എല്ലാ കാര്യത്തിനും മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത്തരം എറർ സിറ്റുവേഷൻസ് കൊണ്ട് പല പ്രമുഖ കമ്പനികളുടെ പല പ്രൊഡക്ട്സും ഫസ്റ്റ് ദിവസം തന്നെ ലാസ്റ്റ് ദിവസമായ ചരിത്രവും നമുക്ക് മുന്നിൽ കാണാവുന്നതാണ്. ഇത്തരം സിറ്റുവേഷൻസ് അവോയ്ഡ് ചെയ്യാൻ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു റോൾ പ്ലേ ചെയ്യുന്നുണ്ട്. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് പലർക്കും ചിന്താതുണ്ട് ബഗ്സ് കണ്ടുപിടിക്കുന്നത് മാത്രമാണെന്നുള്ളത്. ഒരിക്കലും സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബഗ്സോ എറേഴ്സോ കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, മറിച്ച് യൂസേഴ്സിന് സീംലെസ് എക്സ്പീരിയൻസ് കൊടുക്കുന്നതും സെൻസിറ്റീവ് ഡേറ്റ പ്രൊട്ടക്റ്റഡ് ആണെന്നും അതുവഴി ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് യൂസേഴ്സ് നൽകുന്നുണ്ടെന്നും എല്ലാം ഉറപ്പുവരുത്തുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്താണെന്നും സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സിനെ കുറിച്ചൊക്കെ ഇതിനു മുമ്പുള്ള പല വീഡിയോയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഒരിക്കൽ കൂടെ പറയാം, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് നമുക്ക് ബ്രോഡ്ലി രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും. മാനുവൽ ടെസ്റ്റിംഗ് എന്നും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്നും. മാനുവൽ ടെസ്റ്റിംഗും ഓട്ടോമേഷൻ ടെസ്റ്റിംഗും തമ്മിലുള്ള വ്യത്യാസവും എന്താണെന്ന് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തംബ്നെയിലും അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനുവൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഏത് സിറ്റുവേഷനിലാണ് ഏത് ടെസ്റ്റിംഗ് അപ്രോച്ച് ചൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ചാനൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് സാഹിർ. ഈ ചാനൽ നമ്മുടെ ഡേറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിറ്റിക്സ്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ്, മേൺ സ്റ്റാക്ക് തുടങ്ങിയ വീഡിയോയിലായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. എഡ്യൂ ലേണിംഗിൻ്റെ എയിം തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള കരിയർ ഗ്യാപ്പ് പോകുന്നവർക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യുക എന്നുള്ളതാണ്. സോ നിങ്ങൾക്കും ഒരു IT കരിയർ എനേബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണക്ട് വിത്ത് us at 97462123. സോ വൺസ് അഗൈൻ ഐ എം സാഹിർ. വെൽക്കം ടു ദ ന്യൂ വീഡിയോ ഓഫ് എഡ്യൂ ലേണിംഗ്. നമുക്ക് മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് മാനുവൽ ടെസ്റ്റിംഗ് എന്താണെന്ന് നോക്കാം. ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ക്ലയൻസിൻ്റെ നീഡ് അനുസരിച്ചിട്ട് ഓട്ടോമേഷൻ ടൂൾസിൻ്റെ സഹായമില്ലാതെ ടെസ്റ്റ് ചെയ്യുന്നതിനാണ് മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. മാനുവൽ ടെസ്റ്റിങ്ങിൽ ഒരു പ്രീ ഡിഫൈൻഡ് ടെസ്റ്റ് കേസസിൻ്റെ സഹായത്തോടുകൂടി ഒരു ടെസ്റ്റർ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ പ്രധാനമായ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതൊരാൾക്കും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റില്ല. ഒരു കോഡിംഗ് നോളജിൻ്റെ ഒരു ടൂളിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. എനിക്ക് ഒന്ന് മാനുവൽ ടെസ്റ്റിംഗ് ഒരു 40-45 ദിവസം കൊണ്ടൊക്കെ പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ്. സോ നിങ്ങൾക്ക് മാനുവൽ ടെസ്റ്റിംഗ് പഠിക്കാൻ ഡെഫിനറ്റ്ലി എഡ്യൂ ലേണിംഗിൻ്റെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് എന്ന പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലെസ് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് പോലും പഠിച്ചെടുക്കാൻ പറ്റും. കാരണം ഇതിന് ഹൈ ലെവൽ സ്കിൽസോ സ്പെസിഫിക് ടൂൾസിൻ്റെയോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അൺപ്ലാൻഡ് ചേഞ്ചസിന് മോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളത് മാനുവൽ ടെസ്റ്റിംഗ് ആണ്. ഇനി നമുക്ക് മാനുവൽ ടെസ്റ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം. മാനുവൽ ടെസ്റ്റിംഗിന് നമുക്ക് ബേസിക്കലി 3ആയിട്ട് തരംതിരിക്കാൻ പറ്റുന്നതാണ്: വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് ആൻഡ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്നുള്ളത്. നമുക്ക് ആദ്യത്തെ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിലാണ് ഒരു ആപ്ലിക്കേഷൻ്റെ ഇന്റേണൽ സ്ട്രക്ചർ, ഡേറ്റ ബേസ്, ഇന്റേണൽ ഡിസൈൻ, കോഡ് സ്ട്രക്ചർ എല്ലാം ടെസ്റ്റ് ചെയ്യുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിനെ ഗ്ലാസ് ബോക്സ് ടെസ്റ്റിംഗ് എന്നും ക്ലിയർ ബോക്സ് ടെസ്റ്റിംഗ് എന്നും സ്ട്രക്ചറൽ ടെസ്റ്റിംഗ് എന്നൊക്കെ പറയാറുണ്ട്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൽ ടെസ്റ്ററിന് സോഴ്സ് കോഡിൻ്റെ ആക്സസ് കാണും. ഇത് ഉപയോഗിച്ചായിരിക്കും ടെസ്റ്റ് കേസസ് ടെസ്റ്റർ ബിൽഡ് ചെയ്യുന്നത്. വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഏർലി സ്റ്റേജസിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിളിൻ്റെ ഏർലി സ്റ്റേജസിൽ എറേഴ്സും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള എറേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ വേറെ മെത്തേഡ്സ് വഴിയൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത കോംപ്ലക്സ് ആയിട്ടുള്ള ഹിഡൻ ആയിട്ടുള്ള എറേഴ്സൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൻ്റെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വൈറ്റ് ബോക്സ് ടെസ്റ്റിങ്ങിൽ എൻ്റയർ കോഡും ഡിസൈനും സ്ട്രക്ചറും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇൻഡെപ്ത് ആയിട്ടുള്ള ടെസ്റ്റിംഗ് പ്രോസസ്സ് നടക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിംഗ് മെത്തഡോളജിയിൽ ടെസ്റ്റർ ആപ്ലിക്കേഷൻ ഇന്റേണൽ നോളജിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചൊന്നും ബോധേഡ് അല്ല. റാദർ ആപ്ലിക്കേഷന്റെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഫംഗ്ഷനാലിറ്റിയിലായിരിക്കും ടെസ്റ്റർ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒരുപാട് പ്രോഗ്രാമിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ഫംഗ്ഷണൽ സ്കിൽസ് വേണ്ട എന്നതാണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ലാർജർ സിസ്റ്റംസിൽ എഫിഷ്യന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യാൻ മോസ്റ്റ് എഫിഷ്യന്റ് ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് എന്നുള്ളത് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ
ക്ലയൻസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലായിരിക്കും ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് യൂസേഴ്സിന് അല്ലെങ്കിൽ ക്ലയൻറ്റിന് ബെനിഫിഷ്യൽ ആയിരിക്കും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിങ്ങിനെ നമുക്ക് ഫർദറായിട്ട് ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്നും നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്നൊക്കെ ഡിവൈഡ് ചെയ്യാം. അതിൽ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സിനെയൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതാണ്. പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് പൊതുവെ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആക്ച്വൽ സിസ്റ്റം യൂസേജിൻ്റെ സ്റ്റിമുലേഷൻസ് ആയിരിക്കും ഫങ്ഷണൽ ടെസ്റ്റിംഗിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫങ്ഷണൽ ടെസ്റ്റിംഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് വന്നത് ഫങ്ഷണൽ ടെസ്റ്റിംഗിന് ശേഷം പ്രോഡക്റ്റ് 100% ബഗ് ഫ്രീ ആയിരിക്കും. ഇതുവഴി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എൻഷുർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. ഫങ്ഷണൽ ടെസ്റ്റിംഗിൻ്റെ ഉദ്ദേശം തന്നെ പ്രൊഡക്റ്റിൻ്റെ സെക്യൂരിറ്റിയും ക്വാളിറ്റിയും അളക്കുക എന്നുള്ളതാണ്. ഫങ്ഷണൽ ടെസ്റ്റിംഗ് എക്സാമ്പിൾസ് ആണ് യൂണിറ്റ് ടെസ്റ്റിംഗ്, സിസ്റ്റം ടെസ്റ്റിംഗ് ആൻഡ് ഇൻറ്റഗ്രേഷൻ ടെസ്റ്റിംഗ്. ഈ ടെസ്റ്റിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇനി ചെയ്യുന്നതാണ്. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് ആണ് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൻ്റെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. പേര് പോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ്റെ നോൺ ഫങ്ഷണൽ റിക്വയർമെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ടെസ്റ്റിങ്ങിൽ സിസ്റ്റം ബിഹേവ് ചെയ്യുന്നത് റിക്വയർമെൻറ്റ്സ് അനുസരിച്ചാണോ അല്ലയോ എന്നുള്ളത് ആദ്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഫങ്ഷണൽ ടെസ്റ്റിംഗിൽ ഉൾപ്പെടുന്ന എല്ലാ ആസ്പെക്ട്സും നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിലും ഉൾപ്പെടുന്നുണ്ട്. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ഇംപ്രൂവ്ഡ് പെർഫോമൻസ് എന്നുള്ളത്. ബാക്കി മാനുവൽ ടെസ്റ്റിംഗ് പ്രോസസ്സോട് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് വളരെ കുറച്ച് സമയമേ കൺസ്യൂം ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. കൂടാതെ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിൽ യൂസബിലിറ്റി എക്സ്പീരിയൻസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് വഴി യൂസർ എക്സ്പീരിയൻസും ഒക്കെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിൻ്റെ എക്സാമ്പിൾസ് ആണ് പെർഫോമൻസ് ടെസ്റ്റിംഗ്, യൂസബിലിറ്റി ടെസ്റ്റിംഗ്, കോമ്പാറ്റിബിലിറ്റി ടെസ്റ്റിംഗ് എന്നിവയെല്ലാം. ഫങ്ഷണൽ ടെസ്റ്റിങ്ങിനെ കുറിച്ചും ഈ പറഞ്ഞ ഓരോ ടെസ്റ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചും ഇൻഡെപ്ത് ആയിട്ടുള്ള വീഡിയോകൾ ഇനി ചെയ്യുന്നതാണ്. പ്രോഗ്രാമിംഗ്, നോൺ പ്രോഗ്രാമിംഗ് ആയിട്ടുള്ളവർക്കും കരിയർ ഗ്യാപ്പ് വന്നവർക്കൊക്കെ എളുപ്പത്തിൽ പഠിച്ച് ജോബ് നേടാൻ പറ്റുന്നതാണ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. സോ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ച് ജോലി IT ജോബ് നേടണം, നല്ല ഗ്രോത്ത് പ്രോസ്പെക്റ്റുള്ള കരിയർ നേടണം, യു ക്യാൻ ലേൺ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അതിനായിട്ട് നിങ്ങൾക്ക് 97462123 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനുവൽ ടെസ്റ്റിംഗിൻ്റെ മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ആണ് ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രേ ബോക്സ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൻ്റെയും വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗിൻ്റെയും ഒരു കോമ്പിനേഷൻ ആണ്. നമ്മൾ ഇതിനു മുമ്പ് മനസ്സിലാക്കി ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിൽ ടെസ്റ്റർ ആപ്ലിക്കേഷൻ്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് കംപ്ലീറ്റ്ലി അവെയർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ ഗ്രേ ബോക്സ് ടെസ്റ്റിംഗിൽ ടെസ്റ്റർ ആപ്ലിക്കേഷൻ്റെ ഇന്റേണൽ സ്ട്രക്ചറിനെ കുറിച്ച് പാർഷ്യലി അവെയർ ആയിരിക്കും. ഗ്രേ ബോക്സ് ടെസ്റ്റിംഗിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് യൂസേഴ്സിനും ഡെവലപ്പേഴ്സിനും കൃത്യമായ ഗോളിലുള്ള ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നമുക്ക് മാനുവൽ ടെസ്റ്റിംഗിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നോക്കാം. പലരും കരുതുന്നുണ്ട് മാനുവൽ ടെസ്റ്റിംഗ് ഡെഫിനറ്റ്ലി ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ് റീപ്ലേസ് ആകുക എന്നുള്ളത്. എന്നാൽ ഒരിക്കലും മാനുവൽ ടെസ്റ്റിംഗ് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് ആണ് റീപ്ലേസ് ആകത്തില്ല. കാരണം കമ്പനീസ് എല്ലാം എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗിൻ്റെയും മാനുവൽ ടെസ്റ്റിംഗിൻ്റെയും എല്ലാം ഒരു റൈറ്റ് ബാലൻസ് ആയിരിക്കും. റെപ്പിറ്റേറ്റീവ് ടാസ്കിന് ഡെഫിനറ്റ്ലി കമ്പനീസ് ചൂസ് ചെയ്യുന്നത് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് തന്നെയായിരിക്കും. എന്നാൽ മാനുവൽ ടെസ്റ്റിങ്ങിന് പല സിറ്റുവേഷൻസിലും ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് കാരണം റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യൂസബിലിറ്റി ടെസ്റ്റിംഗ്, എഡ്ജ് കേസ് സിനാരിയോസ്, എക്സ്പ്ലോറേറ്ററി ടെസ്റ്റിംഗ് എന്ന് തുടങ്ങിയ സാഹചര്യങ്ങളിലൊക്കെ മാനുവൽ ടെസ്റ്റ് ചെയ്തേ മതിയാകത്തുള്ളൂ. പിന്നെ ചോദിക്കാറുണ്ട് മാനുവൽ ടെസ്റ്റിംഗ് റീപ്ലേസ് ചെയ്യണം. ഡെഫിനറ്റ്ലി മാനുവൽ ടെസ്റ്റിംഗ് റീപ്ലേസ് ചെയ്തില്ല. കാരണം നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് വരും. അത് കാരണം എറേഴ്സ് ഒക്കെ അറിയാനുള്ള ചാൻസസ് നമുക്ക് നേരത്തെ മനസ്സിലാക്കാം. അത് കാരണം എറേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതകൾ നമുക്കൊരു പ്രോഡക്റ്റിൽ നേരത്തെ മനസ്സിലാക്കാം പറ്റുമെന്നുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമെന്നതിലുപരി അതിനെ റീപ്ലേസ് ചെയ്യത്തില്ല. പിന്നെ രണ്ടാമത് കാരണമുള്ള അഡ്വാൻറ്റേജ് മാനുവൽ ടെസ്റ്റിംഗ് വരാൻ വേണ്ടി പോകുന്നത് ലാർജ് സെറ്റ് ഓഫ് ടെസ്റ്റ് ഡേറ്റയൊക്കെ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗും ഗ്രേ ബോക്സ് ടെസ്റ്റിംഗും ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ് മനസ്സിലാക്കി. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗിന് ഫങ്ഷണൽ നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കി. അതിനുള്ള ഫങ്ഷണൽ ടെസ്റ്റിംഗിൻ്റെ എക്സാമ്പിൾസ് ഏതാണെന്നും നോൺ ഫങ്ഷണൽ ടെസ്റ്റിംഗിൻ്റെ എക്സാമ്പിൾസ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കി. ഈ വീഡിയോ വളരെ ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. ഈ ചാനലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതിരിക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.